ഇതുപോലൊരു ക്രിഞ്ച് സിനിമ എങ്ങനെയാണ് തിയേറ്ററിൽ നിന്ന് ഇത്രയും കളക്ഷൻ നേടിയെടുത്ത് വിജയിച്ചത്? ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ബേസിൽ ജോസഫിന്റെ അതിരടിയെ പറ്റിയാണ്. സിനിമയിലേക്ക് വരുമ്പോൾ വളരെ ആവറേജ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ് സിനിമയിലുള്ളത്. അതുപോലെ മിസ്കാസ്റ്റ് എന്നൊക്കെ പറഞ്ഞ വൻ മിസ്കാസ്റ്റ് ആണ് ഇവിടെ ബേസിൽ ജോസഫിന് ലഭിച്ചത്. അദ്ദേഹം സത്യം പറഞ്ഞാൽ ഈ ഒരു റോള് ചെയ്യണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ബേസിൽ ജോസഫിന്റെ ആ ഒരു ക്യാരക്ടറിനെ നമ്മൾ സിനിമയിൽ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ക്രിഞ്ചായിട്ടാണ് തോന്നുന്നത്. ആൾ ചെയ്യുന്ന ഓരോ സീൻസും ഭയങ്കര ക്രിഞ്ചായിട്ട് നമ്മളെ കൊണ്ട് അയ്യേ എന്ന് പറയിപ്പിക്കുന്ന രീതിയിലാണ് പല സീൻസും എനിക്ക് പേഴ്സണലി തോന്നിയത്. അതുപോലെ ടൊവിനോയുടെ റോള് ആൾക്ക് സത്യം പറഞ്ഞാൽ അഴിഞ്ഞാടാനുള്ള റോളായിരുന്നു. ആ ഒരു വില്ലൻ്റെ ഒരു ഓറ എന്നൊക്കെ പറഞ്ഞാൽ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ കിടുമായിരുന്നു. പക്ഷെ അങ്ങോട്ട് പോകുന്തോറും ആ ഒരു ഓറ കുറഞ്ഞ് കുറഞ്ഞ് ഭയങ്കര നെഗറ്റീവ് ഓറയായിട്ടാണ് മാറിയത്. കുറേ സീൻസൊക്കെ കണ്ടപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്. പിന്നെ സിനിമയിൽ അത്യാവശ്യം വർക്കൗട്ടായ കുറച്ച് സീൻസ് എന്ന് പറയാൻ വിനീത് ശ്രീനിവാസനും അതുപോലെ ഷാൻ റഹ്മാനും വരുന്ന ഒരു 20 മിനിറ്റോളമാണ്. ഇത്രയും വെറുപ്പിച്ചത് പോരാഞ്ഞിട്ട് ക്യാമിയോ റോളിൽ ഹാഷറിനെ കൂടി കൊണ്ടുവന്ന് വെറുപ്പിച്ചെന്ന് തന്നെ വേണം പറയാൻ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ കണ്ടന്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് വെക്കുക.